ഹലോ നമസ്കാരം, ഞാൻ ലിജോ പാലക്കൽ. വെക്കേഷനായിട്ട് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി മലേഷ്യ ആൻഡ് സിംഗപ്പൂർ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണങ്ങൾ കഴിക്കാൻ. പിന്നെ അങ്ങനെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ അപ്പോൾ നമ്മളായിട്ട് എല്ലാവരായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വീഡിയോ, ഇൻട്രോ വീഡിയോ അവിടെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് മിസ്സിങ് ആയി. അപ്പോൾ നമുക്കധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. മലേഷ്യയിലത്തെ ഫസ്റ്റത്തെ നൈറ്റ് ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഫസ്റ്റ് കണ്ട ഇതാണ് സ്റ്റാളല്ല, കട ഈ ദൂരിയൻ ചക്ക. നല്ല മണം, ആ പരിസരത്തൊക്കെ ഇല്ലേ നല്ല ഹാർഡായിട്ടുള്ള മണമാണ്. എല്ലാവർക്കും പിടിക്കില്ല, ചിലവർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും. ബാക്കി ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളാണ് ബാക്കി എല്ലാതും. ഇത് റാംബുട്ടാൻ്റെ ഈ സാധനം വരുന്നുണ്ട്. പിന്നുള്ളത് മാംഗോസ്റ്റീൻ ഇരിക്കിൻ്റെ, റാംബുട്ടാൻ്റെ വേറൊരു വകഭേദം. പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കിൻ്റെ, പിന്നെ അത് ജാമ്പയ്ക്ക് ഇരിക്കിൻ്റെ, അങ്ങനെ പലതും. ദൂരിയം ഫ്രൂട്ട് ഞങ്ങളൊരു പാക്കറ്റ് വാങ്ങി. അവിടെ നിന്ന് കഴിക്കാൻ ചിലപ്പോൾ റിസ്ക്കാണ്, അത് കാരണം ഞങ്ങൾ വാങ്ങി കൈപ്പിടിച്ചിട്ടുണ്ട്. വേറൊരു വീഡിയോ ഇടാം. പിന്നെ ഇതിൽ മറ്റേ നോൺ വെജ് ഐറ്റംസ്, ഇതൊന്നും ചോക്കോബാർ പോലെ ഇരിക്കിൻ്റെ, ഹണി പോർക്കാണത്. അപ്പോൾ അത് ഒരു 2 മേടിച്ച് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ഹണി പോർക്ക് ഓർഡർ ചെയ്തു. പിന്നെ അത് റിബ് ഇരിക്കിൻ്റെ, പോർക്കിൻ്റെ റിബ്, സോസേജുകളാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്. പലതരം സോസേജുകൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ലൈറ്റിൻ്റെ അവിടേക്ക് ക്യാമറ വന്നപ്പോൾ ഇങ്ങനെ ബ്ലിങ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അത് വേറെ സംഭവം. പിന്നെ പിന്നെ ഇത് പോർക്കിൻ്റെ ഒരു സോസേജാണത്, അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ മേടിച്ച് കഴിച്ചു, പക്ഷെ അത് റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ട് പീസ് ഹണി പോർക്ക് ഓർഡർ ചെയ്തു. അവർ ആ ഗ്രില്ലുമ്മ വെച്ച് അത് ചൂടാക്കി തരാനായിട്ട് എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക. പിള്ളേർക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു. അങ്ങനെ അത് ചൂടാക്കണ നേരം കൊണ്ട് ചൂടാക്കി തന്നു. 2 പീസാണ് മേടിച്ചത്. എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് ഞാൻ അനിയനെ ഫാദറിന് കൊടുത്തു. അതുപോലെ തന്നെ ചിക്കൻ മോമോസ് ഓർഡർ ചെയ്തു. മോമോസ് പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സംഭവമല്ല, ചൈനീസ് എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. അങ്ങനെ അനിയനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നല്ല ചൂടാണ്. ഹണി പോർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് അങ്ങനെ കഴിക്കാൻ അധികം കാണിച്ചില്ല. പിന്നെ അങ്ങനെ എന്താ പറയുക, ഫുഡുകളുടെ ഒരു മായ ലോകം. അങ്ങനെ ചിക്കൻ മോമോസ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലപോലെ ചൂടാക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആവിയിൽ വേവിക്കുന്നതുണ്ട്, ഇതിപ്പോൾ ഇവരിത് ചൂടാക്കണു. അപ്പോൾ ആ നേരം കൊണ്ട്, ചൂടായി വരുന്ന നേരം കൊണ്ട് ഇപ്പുറത്തെ എന്താണെന്നൊക്കെയെന്ന് ഞാൻ നോക്കിയത് ഫ്രൂട്ട്സുകളുടെ ജ്യൂസുകളാണ്. മാംഗോ ജ്യൂസ് ഉണ്ട്, അടിയിൽ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡമ്മി സാധനമാണ് കേട്ടോ, മാങ്ങയുടെ ഒരു ഡമ്മി. ഇത് മാമ്പഴം. പിന്നെ ഇതിൻ്റെ മാമ്പഴത്ത് എന്താ പറയുക, മാംഗോ സ്റ്റിക്ക് റൈസ് എന്ന് പറയുന്നത്. മാംഗോ ഉണ്ട്, അതിൽ റൈസ് ഉണ്ട്. എപ്പോഴേക്കും നമ്മുടെ മോമോസ് വന്നു. ഇവരിത് പെട തുടങ്ങി, അവർ കഴിച്ചു തുടങ്ങി മോമോസ്. ഫാദറാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേച്ചിയും കഴിച്ചു, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. പിന്നെ ആരാണ്, പിന്നെ ബിൻസിക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ പക്കുടുവിന് ചെറിയൊരു പനി വന്നു ഫസ്റ്റ് ദിവസം തന്നെ. അത് കാരണം അവൾക്കതൊരു പണി കിട്ടിയിരിക്കുക, അവളും കഴിക്കണ്ടേ. കഴിക്കുന്നത് പിടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിടിച്ചിട്ടില്ല, കഴിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് എടുത്തത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. മോമോസ് കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ നാടനല്ല ഇവിടെ കഴിക്കുന്ന അതേ രുചി കിട്ടി. പിന്നെന്താണ്, പിന്നെ അതായത് പല സൈസ് നഗറ്റ്സുകളുണ്ട്. ചിക്കൻ്റെ തൊലി വറുത്തിട്ടുള്ളതാണ്. പിന്നെ കൂട്ടത്തിൽ ഉണക്കമീൻ. ഇവർ മീൻ വിഭവങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഇനിയാണ് കാണാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ മീനുകളുടെ, ഉണക്കമീൻ്റെ ഫ്ലേവറാണ്. എന്ത് വെച്ചാലും ഉണക്കമീൻ്റെ മണം. ഇത് നമ്മൾ നീരാളിയില്ലേ, നമ്മുടെ എന്താ പേര്, ഒക്ടോബസ്. ഇതെനിക്കിഷ്ടമായി. ഇത് മുന്നേ കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലത്തെ ഒരു സ്റ്റിക്കിലത്തെ ഒക്ടോബസ് നീരാളിനെ പിടിച്ച് ചൂടാക്കാൻ കൊടുത്തു. നല്ല വലുപ്പക്കിൻ്റെ, കാണുമ്പോൾ നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. ഇവിടെ എന്താ ഒരു മറ്റേ ചൈനക്കാരുടെ ഭാഷ പോലെ നമ്മുടെ കണവേനെ പിടിച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ. അത് വെച്ച് ഒരു ഇസ്തിരിപ്പെട്ടി പോലെ ഒരു വെയിറ്റ് എടുത്ത് ആ കണവേര മേലെ വെച്ചു. അങ്ങനെ അവരെന്തൊക്കെയോ ഭാഷയിൽ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവണില്ല. പിന്നെ നമ്മൾ പറയണത് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇവർ തൃശ്ശൂർക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് മിനി എന്തൊക്കെയോ മേക്കപ്പ് ചെയ്യാൻ പോട്ടാ, ഈ പെയിൻ്റ് അടിക്കിൻ്റെ. അതായത് സോസുകൾ, കാര്യങ്ങൾ, മെയിൻ സംഭവം നോക്കിയോട്ടാ. ഇത് നമ്മൾ കാണുമ്പോൾ അത് നല്ല ഭംഗിയാണ്, പക്ഷേ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. കാണുമ്പോൾ എല്ലാം നല്ല സൂപ്പറാണ്. ഇത് ഐസൊക്കെ ഇട്ട് വെച്ചാൽ കേട്ടോ, കഴുകിൻ്റെ ഇറന്നാവോ അറിയില്ല. എന്തായാലും ഞങ്ങൾ മേടിച്ച് കഴിക്കാം ഉള്ള പരിപാടിയിലാണ്.
നമ്മുടെ ഏകദേശം അതിൻ്റെ ഇടാ. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചു എന്തൊക്കെയാണ് വേണ്ടതെന്ന്. വേറെ ആരൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വേറെ. ഇനിയിപ്പോൾ അത് ആ വെയിറ്റ് കൊണ്ട് അതിൻ്റെ മുകളിൽ വയ്ക്കും ഇസ്തിരിപ്പെട്ടി. മസാലകൾ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളോട് എന്തോ ചോദിച്ചു, നമ്മൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അവരെന്തൊക്കെയോ പൊടി കൊണ്ട് തട്ടി മറിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മലേഷ്യൻ മസാല അതിട്ട് മലേഷ്യൻ ആൻറ്റി നമുക്ക് സാധനം കൊണ്ട് തന്നു. ഓക്കെ താങ്ക് യു പറഞ്ഞ് മേടിച്ചു. ഞാനാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. കടിച്ചപ്പൻ റബ്ബർ ബാൻഡ് പോലെ ഇരിക്കണ കിട്ടണില്ല. നല്ല ഉണക്കമീൻ്റെ മണം. എൻ്റെ പൊന്നോ, മുഖമൊക്കെ പോയി. എങ്ങനെയോ അതെന്തോ സംഭവം കാണുന്ന പോലെ. എല്ലാ ഫുഡിനും ഒരു ഉണക്കമീൻ്റെ മണം ഇടുന്നുണ്ട്. ഏതോ ചെറിയ മീനിൻ്റെ ഫ്ലേവർ ഉണക്കി നമുക്ക് പിടിക്കില്ല അത്. അതാണ് ഇപ്പോൾ മലേഷ്യയിലത്തെ ഫുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത സെക്ഷൻ ആരാണ്? ഫാദർ തന്നെ. ഫാദറിൻ്റെ കൈപുള്ളി. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റിക്കുമ്മ കറക്റ്റ് കുത്തിക്കയറ്റി വെച്ചിട്ട് അത് വിശപ്പുണ്ടായിരുന്നു. അത് കാരണം എല്ലാവരും ഓരോ കഷ്ണം തിന്നു. അത്രേ പറയാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടമായില്ല. അപ്പോഴേക്കും അവിടെ അത് എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ നോക്കി. ബിൻസി കടിച്ച് കിട്ടണില്ല. അവൾക്ക് ഇഷ്ടമായില്ല സംഭവം. പിന്നെ വന്നപ്പോൾ നമ്മളെല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യണല്ലോ. ഒരു നാട്ടിൽ പോകുമ്പോഴും നമുക്ക് നോക്കണമല്ലോ. ഇനി ഞങ്ങളതുപോലെ തന്നെ പുതിയ പുതിയ ഫുഡുകളുടെ സംഭവങ്ങൾ, അതായത് കഴിക്കാനായിട്ട് നോക്കിയാൽ തിരക്കുള്ള എന്തൊരു തിരക്കാന്ന് പറയാം അവിടെ. എല്ലാം കണ്ടോ, വെറൈറ്റി ഫുഡുകളാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ വേറൊരു ഫുഡൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ എന്തോരം സൈസ് വെറൈറ്റി ഫുഡുകളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാത്തിൻ്റെയും ഉണക്കമീൻ ഇട്ടിട്ടുള്ള മണം അവർ കളയില്ല എന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.